റെസ്പെക്റ്റഡ് കാർഡമം പ്ലാന്റേഴ്സ്, ഈ കൊല്ലം നമുക്ക് എൽ നിനോ കാരണം മഴ കുറവെന്ന് കാണിക്കുന്നുണ്ട്. അത് ഉറപ്പ്, മഴ കുറവുതാ. നമുക്ക് മെയ് 26 മഴ കിട്ടും, ഭയങ്കര മഴ, ശക്തിയായിട്ട് മഴ കിട്ടുന്ന വാർത്ത വന്നിട്ട് അത് മാറിപ്പോയിട്ട് ജൂൺ 5 തൊട്ടുതാ മഴ, അതും കൂടെ കുറച്ച് മഴ മാത്രം കിട്ടും, ചില ദിവസം കൂടുതൽ കിട്ടും. അപ്പോൾ ഈ കുറവുള്ള സമയം, ഈ മഴ കുറവുള്ള സമയത്തെ നമുക്ക് ഈൽഡ് എങ്ങനെ കൂടുതൽ എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു പക്ക മെത്തേഡ് ഞാൻ പറയാൻ പോവാ. ഫസ്റ്റ്, എറുമ്പടിക്കുന്നത് നോക്കി ചെയ്യണം. കൂടുതൽ എറുമ്പടിക്കരുത്, അടിത്തളപ്പ് മാത്രം അടിച്ചു വിട്ടാൽ മതി. ഒന്ന്, ഈ മിസ്റ്റ് ഉള്ള ആൾക്കാർ, സ്പ്രിംഗ്ലർ ഉള്ള ആൾക്കാരും ഓസില് വെള്ളം അടിക്കുന്ന ആൾക്കാരും ഇതുപോലെ ഈ ഉണക്കം, പെട്ടെന്ന് മഴ വന്നിട്ട് ഇപ്പോൾ മണ്ണ് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, അപ്പോൾ വെള്ളം അടിക്കണം. ഇനി ഒരു 10 ദിവസം കൂടെ മഴ കിട്ടും വരെ ചെറിയ ചാരി മഴ കിട്ടിയ അത് പോരാ. നമുക്ക് ചെടിക്ക് ഒരു 20 ലിറ്റർ വെച്ച് കൂടെ ഓടിച്ച് നമുക്ക് ഇനി ഒരു 10 ദിവസം കൂടെ ധൈര്യമായിട്ട് വെള്ളം അടിക്കുക. ആളുകൾ വരെ ചാൻസസ് നമുക്ക് ഇല്ല. ഇതുപോലെ ഉണക്കം വന്നിട്ട് പിന്നെ മഴ കിട്ടിയിട്ട് പിന്നെ ഉണക്കം, മഴ കുറവ്, ഇതുപോലെ കാലത്തെ നമുക്ക് വരുന്ന ഡിസീസ്, ഫിസേരിയം, ലീവ് സ്പോട്ട് ഡിസീസ്, പോള പൊളിച്ചൽ എന്ന് പറയുന്ന ഒരു വിഷയം കൂടുതൽ നമുക്ക് നടക്കും. അപ്പോൾ ഈ സമയം നമുക്ക് ചെയ്യ വേണ്ടിയ ഡിസീസ് മാനേജ്മെന്റ് ഈ പിത്തിയും ഫംഗസ്, പൈറ്റോപ്തറ, കുത്തലുകൾക്ക് വേണ്ടി ചെയ്യുന്ന വിഷയമല്ല. ഈ ലീവ് സ്പോട്ട് ഡിസീസ് കൺട്രോൾ ചെയ്യുന്ന മാത്രം വിഷയം നമുക്ക് ചെയ്താൽ മതി. അതുപോലെ സ്റ്റെം ബോറർ, ഈ പാനിക്കൽ ബോറർ, ഫ്രൂട്ട് ബോറർ, സ്കെയിൽ, ത്രിപ്സ് കൂടുതലുണ്ടാകും. ഈ അഡൽട്ട് പൂച്ചി വന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് കംപ്ലീറ്റ് മുട്ട വിരിയുന്ന ഒരു സംഭവം കൂടുതൽ നടക്കും. സോ അതുകൊണ്ട് ഇൻസെക്ടിസൈഡ് മാനേജ്മെന്റ് ആൻഡ് ഫംഗിസൈഡ് മാനേജ്മെന്റ് മാത്രം കറക്റ്റ് പക്കവായിട്ട് ചെയ്യണം. അപ്പോൾ സൂപ്പർ മിത്തർ മരുന്ന് കയ്യിലെടുക്കുക. അപ്പോൾ നോവ കമ്പനിയുടെ സൂപ്പർ മിത്തർ എന്ന് പറയുന്ന ഈ മരുന്ന് ഭയങ്കര റിസൾട്ട് ഈ സമയം. അപ്പോൾ 50 മില്ലി സൂപ്പർ മിത്തർ അതുകൂടെ ചേർന്ന് ഇമിഡ സൂപ്പറിന് 30.5 SC കോമ്പിനേഷൻ വരുന്ന ഇമിഡാഗ്ലോപ്രീഡ്, അതോട് ഇത് രണ്ട് മാത്രം ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ്ലി ഈ ബോറർ, ത്രിപ്സ്, സ്കെയിൽസ് മൊത്തം കൺട്രോൾ ആകും. അടുത്ത് ഈ ഫംഗൽ മാനേജ്മെന്റ്, ഇതിനു വേണ്ടി നമുക്ക് മാംഗോ ജപ്പ് ഒരു 300 ഗ്രാം, അതോട് പോർഷിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ്, അസാക്സ്റ്റോബിൻ പ്ലസ് ട്യൂബർകുലോസിസ് ചേർന്ന സാധനം, ഒരു പക്ക സ്പ്രെഡ് എംസിൽ ഗോൾഡ് ചേർത്ത് മൊത്തത്തിൽ കുളിപ്പിച്ച് അടിച്ച 30 ദിവസം നിങ്ങൾക്ക് ഇൻസെക്ട് പ്രോബ്ലം, ഈ ഫംഗൽ പ്രോബ്ലം 100% കൺട്രോൾ ആകും. ആൻഡ് മെയിൻ വിഷയം റൂട്ട് ഡെവലപ്മെന്റ്. ഈ റൂട്ട് പുതിയ വേര് നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് വേരോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വേരില്ലാതെ ഒരു സിറ്റുവേഷൻ നമ്മുടെ പ്ലാന്റ്സിൽ ഇരുന്നാൽ കുറച്ച് വേര്, പഴയ വേര് മാത്രം ഉണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഒട്ടുമില്ല. കാ പിടിക്കുന്നില്ല, ഈ ഫിസേരിയം ഡിസീസ് കൂടുതലാകും, അറുമ്പ് കരിച്ചിലാകും, ചിമ്പില്ല, കായ്ക്ക് സൈസ് ഇല്ല, ഫ്ലവേഴ്സ് കൂടുതൽ വരും, ബട്ട് കാ സെറ്റിംഗ് ഇല്ല. ഈ കാലാവസ്ഥയ്ക്ക് ഫ്ലവേഴ്സ് ആകും. ഒരു ദിവസം നല്ല ഒരു ഡ്രിസ്ലിംഗ് മാത്രം കിട്ടിയ, ഒരു മൂടൽ മാത്രം കിട്ടിയ നല്ല പൂ, 200 പൂ വരെ ശരിക്ക് കാണും, ബട്ട് ഒരു കാ പിടിക്കുന്നില്ല. റൂട്ട് ഡെവലപ്മെന്റ് പ്രശ്നം ഉണ്ടെങ്കിൽ, ഇതുപോലെ ഡിസീസ് ഉണ്ടെങ്കിൽ, ചെടിയിൽ വന്നിട്ട് ഫിസേരിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൂ പിടിക്കും, ബട്ട് പിഞ്ചു പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മരുന്ന് അടിച്ചിട്ട് ഈ റൂട്ട് ഡെവലപ്മെന്റ്, ഞാൻ തിരിച്ച് പറയുന്ന വിഷയം നേരത്തെ തൊട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ട് ഡെവലപ്മെന്റിക്ക് മെയിൻ വിഷയം, നിങ്ങൾ വലിയ കമ്പനിന്ന് ഓർത്ത് പല വിഷയം ചെയ്ത് തോട്ടത്തെ കെടുക്കരുത്. കറക്റ്റ് മെനറ്റോഡ് ചൂസ് ചെയ്യുക. ഈ മെനറ്റോഡ് റാഫൽ കോമ്പിനേഷനിൽ നിങ്ങൾ മരുന്ന് കളക്കി ഒളിച്ചിട്ട് പക്ക വേരാക്കുക. ഇതുപോലെ വേരാക്കിയ ഫീൽഡിൽ ഇനി മൊത്തം ഈ സമയം കൂടെ കൊത്തുക 5 6 ഉണ്ട്.
കൊത്ത് 5K ഉണ്ട്. അടുത്ത് വന്നിട്ട് നമുക്ക് അരമ്പും കൂടെ ഭയങ്കര തെളിഞ്ച് അടുത്തും കൂടെ ഡെയിലി പൂവ് ഡെയിലി പിഞ്ചു പിടിക്കുന്നുണ്ട്. ഈ മെനറ്റോഡ് മാത്രം റാഫേൽ മാത്രം ചെയ്ത ഫീൽഡിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു കളയ്ക്ക് ഒളിക്കുക. വളം എടുക്കും, വളിക്കും, പക്കാവാ വളിക്കും. വേരില്ലാത്ത ഫീൽഡിൽ ഒളിച്ച ഒരു റിസൾട്ട് ഇല്ല. അപ്പോൾ വേരാക്കിയിട്ട് നമുക്ക് നല്ല ഒരു ന്യായമാണ് വേരുള്ള ഫീൽഡിൽ ഈ മെനറ്റോഡ് റാഫേലും ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് നമുക്ക് DAP നോവ K41 അതോട് ഗൂഗ്ലി ഗ്രീൻ മിറാക്കിൾ കോമ്പിനേഷനിൽ നമുക്ക് ഒളിക്കുക. ഇല്ല വേർ കുറവുള്ള ഫീൽഡിൽ മെനറ്റോഡ് റാഫേൽ മാത്രം ആദ്യം ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഈ DAP കോമ്പിനേഷൻ ഒളിക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി സെറ്റിങ്സ് ആകും. സീസൺ പോലെ കാ പിടിക്കുന്നുണ്ട് ഈ സമയം കൂടെ. സോ നിങ്ങൾ ഇതുപോലെ കളക്കി ഒളിച്ച് പുതിയ വേരാക്കി നല്ല കാ എടുക്കണം. ഒന്ന് അതുപോലെ ഈ ഡിസീസ് ഫുൾ കൺട്രോളിലുള്ള പച്ചയായിട്ട് നിൽക്കുന്ന ഫീൽഡിൽ നമുക്കൊരു ഫോളിയർ സ്പ്രേ ഈ ജിങ്ക് ബോറാൻ കൂട്ടി മൈക്രോന്യൂട്രിയൻസ് കൂട്ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു ഹാർമോൺ, നല്ല ഹാർമോൺ, ബട്ട് ചെടിക്ക് കേടുവരുന്ന ഹാർമോൺ അല്ല ഇത്. ഉറക്ക നിലയിലുള്ള ആ സെൽസ് മൊത്തം ആക്റ്റീവ് ആക്കിയിട്ട് ഈ ഫോട്ടോസിന്തസിസ് അധികമായി റൂട്ടെല്ലാം ഫങ്ഷൻ കൂടുതൽ ചെയ്യുന്ന ഒരു സാധനം. ഇത് നമുക്ക് ചെയ്യുന്നതിൽ എന്ത് തെറ്റില്ല. ഇത് ഒരു 100 മില്ലി മാത്രം ചെയ്തിട്ട് കൂടുതൽ പൂ എടുക്കാൻ വച്ചിട്ട് നമുക്ക് നല്ല കാക്കേറ്റുക. ഓക്കെ, അടുത്ത നമുക്ക് മെയിൻ വിഷയം pH ന്യൂട്രൽ ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാർ ഈ മഴയില്ലാത്ത സമയം നോക്കി കഴിഞ്ഞ കൊല്ലം ചെയ്ത ആ ഡേറ്റ് നോക്കിയിട്ട് ചുണ്ണാമ്പ് വാരി ഇടുന്നുണ്ട്, സൾഫർ വാരി ഇടുന്നുണ്ട്. ഈ മഗ്നീഷ്യം ചുണ്ണാമ്പ് ആൻഡ് സൾഫർ കൂട്ടി അഴുക്കി മണ്ണിൽ ചെടിക്ക് ചൂട് അകത്ത് വിട്ട് കംപ്ലീറ്റ് സറം മൊത്തം കറി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇത് മഴ കിട്ടുമ്പോൾ നമുക്ക് ഈ കാൾമസ് എന്ന് പറഞ്ഞ ഈ കാൽസ്യം മഗ്നീഷ്യം സൾഫർ കൂടിയ ഒരു ഗ്രാനുവൽസ് ഉണ്ട്. അത് മാത്രം നമുക്കൊരു ചെടിക്ക് ഒരു 1 കിലോ വെച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ മഴ വരുന്ന സമയം മാത്രം അത് അഴുങ്ങി pH ന്യൂട്രലാക്കും. മറ്റു സമയം അത് ചുമ്മാ കിടന്നോളും. ഇതുപോലെ സമയത്ത് ഈ റിസ്ക് എടുത്ത് ചുണ്ണാമ്പെള്ളം ഒളിച്ച് ചുണ്ണാമ്പെള്ളം ഇട്ട് കൊടുത്ത് തോട്ടത്തെ നശിപ്പിക്കരുത്. അത് വേണ്ട. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ വർഷം മൊത്തം പോകും. ആ ചരം തെളിയും 3 മാസം ഇല്ലാതെ സെപ്റ്റംബർ ഇല്ലാതെ നിങ്ങൾക്ക് തെളിഞ്ഞ് പൂ പിടിച്ച് പിഞ്ച് വരുന്നില്ല. വേസ്റ്റ് ചെയ്യുന്ന പണി, പൈസ കളഞ്ഞ് സമയം കളയരുത്. റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ് അങ്ങനെ നിറയെ ആൾക്കാർ ചെയ്തിട്ട് ഫോട്ടോ വന്ന് കാണിക്കുന്നുണ്ട്. ரொம்ப മോശമായിട്ട് ചെടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇതുപോലെ ഇട ഉണക്കം, നല്ല മഴ വന്നിട്ട് ഇപ്പോൾ നമുക്ക് നല്ല ഒരു ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ചെടിക്ക്. കൂടുതൽ ആൾക്കാർക്ക് തോട്ടത്തിൽ ഭയങ്കര ഉണക്കം. അപ്പോൾ ധൈര്യമായിട്ട് വെള്ളം അടിക്കുക. മിസ്റ്റ് ഉള്ള ആൾക്കാർ, സ്പ്രിംഗ്ലർ ഉള്ള ആൾക്കാർ, ഓസിൽ അടിക്കുന്ന ആൾക്കാർ കൂടെ ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം കൂടെ ധൈര്യമായിട്ട് വെള്ളം അടിക്കണം. വെള്ളം അടിച്ചാൽ ആ റൂട്ട് ഡെവലപ്മെന്റ് കണ്ടിന്യൂ ആകും. ആ നമുക്ക് ചരം അരുമ്പ് കരിച്ചിൽ, അരുമ്പ് ടൈറ്റ് ഇല്ലാതെ അങ്ങനെ മാറി നമുക്ക് തെളിവ് നിലയ്ക്ക് ഉണ്ടായിട്ട് ഡെവലപ്മെന്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഡ്രൈ ആയിട്ട് ചെടി ഇരുന്ന് പോയിടും. നിങ്ങൾ കുറച്ച് വെള്ളം നമുക്ക് ആഴ്ചയ്ക്ക് മിനിമം 2 പ്രാവശ്യമാവത് അടിക്കണം. ആളുകൾക്ക് പേടിക്കരുത്. ഇതുപോലെ കാലത്തെ നമുക്ക് ആളുകൾക്ക് പേടിക്കരുത്. ഇതുപോലെ ഒരു ടെക്നോളജി മാത്രം ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഡ്രൈ ആണ സമയത്തിൽ കൂടെ ഏലച്ചെടിയിൽ നമുക്ക് സാധാരണമായിട്ട് പക്ക ഈൽഡ് നമുക്ക് എടുക്കാൻ പറ്റും. 1000 കിലോ എന്ന് പറയുന്നതെല്ലാം കുറവ്. ഒരു ചെടിക്ക് ഒരു 2.5 to 3 കിലോ ചരക്ക് എടുക്കുന്നതെല്ലാം ரொம்ப കുറവ്. കറക്റ്റ് ഇതുപോലെ ഒരു റൂട്ട് ഡെവലപ്മെന്റോടെ ചേർന്ന് നമുക്ക് ഈ ഇൻസെക്ട് മാനേജ്മെന്റ്, ഫംഗൽ മാനേജ്മെന്റ് മാത്രം ചെയ്യുമ്പോൾ 1000 kg പെർ ഏക്കർ ഉണക്കച്ചരക്ക് എന്ന് നാം പറയുന്നത് ரொம்ப കുറവ്. ഇതുപോലെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇനി 1000 കിലോ സാധാരണമായിട്ട് എടുക്കുന്ന ആൾക്കാർ കൂടുതൽ ഉണ്ട്. ഓക്കെ, നിങ്ങളും ഇതുപോലെ മഴയില്ലാതെ മഴ കുറവുള്ള ഈ സമയത്ത് ഇതുപോലെ ടെക്നോളജി ചെയ്തിട്ട് കൂടുതൽ ഈൽഡ് എടുക്കുക. ഇങ്ങനെ കൂടുതൽ ഈൽഡ് എടുക്കണമെന്ന് ഓർത്ത് ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്. താങ്ക് യു. ഈ ഡോക്ടർഗിരി കൺസൾട്ടിങ് ഫോളോ അപ്പ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഗൂഡല്ലൂർ നമ്മളുടെ ഷോപ്പിൽ വന്ന്
മേടിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ടും കൂടെ വന്ന് മേടിക്കുന്നുണ്ട്. നൈറ്റ് 10 വരെ വന്ന് മേടിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് ഉടുമ്പൻചോല സാന്തുരുവിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ട് 45 ദിവസമായി. അതോട് ബോഡിമെട്ട് തമിഴ്നാട് ബോർഡറിൽ ഡോക്ടർ അതിരി ഒരു ചെറിയ ഒരു സോപ്പ് മാത്രം വെച്ചിട്ട് അവിടെ ഒരു 4 ദിവസമായി. ആൻഡ് ആമയാർ, ഈ മാസു ഹോട്ടലിൻ്റെ നേർ ഓപ്പോസിറ്റ് ആമയാർ ഇനി ഒരു മാക്സിമം ഒരാഴ്ചയിലെ കൊണ്ട് അവിടെയും തുടങ്ങാൻ പോവുക. അതോട് ഗൂഡല്ലൂർ. അപ്പോൾ ഈ 4 ഷാപ്പ് നിങ്ങളുടെ വരവ് ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലോരും ഡോക്ടർ അഗ്രി என்னுடைய ഇസ്രയേൽ മെത്തേഡ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളും എന്നെ ഫോളോ അപ്പ് ചെയ്ത് എല്ലോരും കൂടുതൽ ഈൽഡ് എടുക്കണം എന്ന് ഈ സമയത്ത് ഞാനും ചോദിക്കുന്നുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡ് ഓഫ് പ്ലണ്ടേഴ്സ്. താങ്ക് യു.